തട്ടിയാൽ മതി. ഗ്യാപ്പിൽ ഇങ്ങനെ നടന്നു പോകും. ഒരു ഉറപ്പില്ല ഈ പാരപ്പറ്റി കെട്ടിയൊന്നും. ഇതൊക്കെ ഇങ്ങനെയാണ്, എല്ലാം പോകും. സിമെന്റ് എന്ന് പറയുന്ന സംഭവം സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാം നമ്മള് പൊളിച്ചു കളഞ്ഞല്ല തന്നെ പോയിക്കതാ. പൊടിപൊടിയായിട്ട് പോകുന്നത് കൈ കൊണ്ട് മാന്തിയിട്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. അത് പൊളിഞ്ഞോണോക്കിയ ഇതിപ്പോ വാർത്തയൊക്കെ എന്താണ് ആ സാധനം പൊളിഞ്ഞു പോകണം. ഇതിന്റെ മുകളിൽ പരിക്കിടാണ്, കമ്പി കാണിച്ചോട് ഈ മുകളിൽ പരിക്കിടാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലോറ്. ഏറ്റവും ടോപ്പിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ടോപ്പ്. കൈകൊണ്ട് മാറ്റിയ പോലെ ഇത് മുഴുവൻ പണിയും കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് നിന്നെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ HM ഇവിടെ അപാകതകളുണ്ട്, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ പറയുന്നൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, ഇപ്പോൾ സ്കൂളിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. 7 മാസം മുന്നേ കണ്ടെന്ന് പറഞ്ഞു. പരാതി കൊടുത്തിട്ട് എന്ത് നടപടി ഉണ്ടായി എന്നുള്ള കാര്യം മാത്രം ഇവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സോ PTO അവരുടെ മറുപടിയിൽ പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മൾ വന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിച്ച പണിയാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. പാരപ്പറ്റിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ അവരിപ്പോൾ ചിപ്പ് ചെയ്തിട്ട് വെറുതെ ചിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പണികളെ പെട്ടെന്ന് ഇവിടെ സൈഡ് മടക്കി അന്വേഷണം വരുന്നതിന് മുൻപ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണ ഇതാണ്. ഇതൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പൊളിച്ച് ഇതിപ്പോൾ വീണ്ടും റീവർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് പാരപ്പറ്റ്. ഇവർ പറയുന്ന പാരപ്പറ്റാണ്. അതായത് 3 കോടി ചില രൂപ മുടക്കി ഇവർക്ക് പണിയാൻ ബിൽഡിങ് കൊടുത്തിട്ട് പണിതിട്ടിരിക്കുന്ന പാരപ്പറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇവിടെ നിന്ന് HM ഇന്നലെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇന്നലെയാണ്. പക്ഷേ അപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ടീച്ചർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അഴിമതിയെ കുറിച്ച് പറഞ്ഞിട്ടല്ല, അപാകതകൾ കണ്ടെത്തി ഞങ്ങൾ നടപടികൾക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്ത പരാതി എന്താണെന്നുള്ളതോ കൊടുത്ത പരാതിക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് എന്താണ് മറുപടി വന്നതെന്നുള്ളതോ HM അതിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞിരിക്കുന്നത് കുറച്ച് പേരെ പ്രചരണങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്, ആ പ്രചരണങ്ങൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പ്രചരണങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അത് കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ പ്രചരണത്തിൻ്റെ ഇത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ലൈവാണ്, അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നേക്കണത്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്, സ്കൂളിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് വാട്ടർ പ്രൂഫ് അവർ ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലെ മറ്റൊരു ഭാഗം കാണിച്ചു തരാം, ഇവിടുത്തെ ജനലുകൾ. ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഇടാം. അതിന് ഇതാണ് പണി കഴിഞ്ഞിരിക്കുന്ന വേറൊരു ഭാഗം. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ജനലാണ്, കുട്ടികൾ നിൽക്കേണ്ട സ്ഥലമാണ്. ഇതാണ് കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വെറുതെ കൈകൊണ്ട് പൊളിച്ചിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ നാളെ ഇതിന് ഗ്ലാസ് വയ്ക്കും. ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തി വെക്കണത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിൽ സിമൻറ്റ് എന്ന് പറയുന്നൊരു സാധനം, മണൽ എന്ന് പറയുന്നൊരു സാധനം എല്ലാം കൂടി ഒരുമിച്ചാണ് ഈ പോരണത്. ഇതാണ് താഴത്തേക്ക് നോക്കൂ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ജനലയുടെ അവസ്ഥ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത് സ്റ്റെയർ കേസാണ്.
ഈ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിത് കുത്തിയിട്ടുണ്ടായിരുന്നത്. വെറുതെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഈ സ്റ്റെയർ കേസിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ആണ് ഈ പോരണത്. ഇതൊക്കെയാണ് ചെറിയ അപാകതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇവിടുത്തെ HMഉം PTA കമ്മിറ്റിയും കൂടി ഇട്ടിരുന്ന ഒരു പോസ്റ്റ്. ചെറിയ അപാകതയാണത്. കാരണം ഇത് സ്റ്റെയർ കേസ് ആയതുകൊണ്ട് ചെറിയ അപാകതയാണ്. കാരണം ഈ സ്റ്റെയർ കേസിൽ കുട്ടികൾ കയറില്ലേ. ഇതാണ് ഇവിടുത്തെ വേറൊരു ഫ്ലോർ. ഇത് ചുമരിൻ്റെ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതിന് മൊത്തം എല്ലാ ബിൽഡിങ്ങിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട് ഈ അഴിമതിയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. ഇത് രണ്ടാമത്തെ നിലയുടെ ഫ്ലോറ്. അത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന്ന് ഇവിടെ ചാനലുകാർ വന്നപ്പോൾ കൊടുത്ത സീലിങ്ങിലേക്ക് നമ്മൾ ഈ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് കുത്തുമ്പോൾ പോരുന്ന മണൽ പോന്നിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് സ്റ്റെയർ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ബീമുകൾ വാർത്തിരിക്കുന്നതിൻ്റെ അവസ്ഥ കാണിച്ചാൽ, അതായത് നമ്മളിതിൻ്റെ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞൊരു പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കാണണം എന്താണ് ഞങ്ങൾ പറയുന്ന ആരോപണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൈ കൊണ്ട് നിങ്ങൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ തൂണിൻ്റെ അവസ്ഥ. പ്ലാസ്റ്ററിങ് ആണ് ഈ പറഞ്ഞത്. ഏകദേശം 50 വർഷത്തോളം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട സ്കൂളാണ് ഈ കാണുന്നത്. കൈ കൊണ്ടാണ് ഇത് കളയണത്. കണ്ടോ, ഇതിന് കയറുമ്പോഴാണ് ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. പിന്നെ ഞങ്ങൾ മിനിഞ്ഞാന്നിട്ട വീഡിയോ, ആ മിനിഞ്ഞാന്ന് ഇട്ടിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു ഇതിൻ്റെ PVC പൈപ്പ് കൊണ്ട് കുത്തി ഓട്ടയാക്കുന്നത്. ആ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങൾ അവർ വെറുതെ പാച്ച് ചെയ്തേക്കാണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി പാച്ച് ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ ഭാഗമാണ് അഴിമതിയുടെ ആഴാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കാണാതെ പോകരുത് നിങ്ങൾ. നമ്മുടെ ചിമ്പിയറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ പിടിച്ചാൽ താഴത്തേക്ക് കട്ടവരങ്ങൾ പോരും. ബാത്റൂമുകൾ എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണമെന്ന് നമുക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. എല്ലാ ഭാഗങ്ങളും എവിടെ തൊട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ ഈ പറഞ്ഞ അവസ്ഥയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ അവസ്ഥ. അവസ്ഥ ഇതാണ്.